കുഞ്ഞാലിയെ മധുരം കുറച്ചൊരു ചായ. ഇനിയിപ്പൊ മധുരം കുറക്ക് തന്നെ വേണ്ടി വരും. പഞ്ചസാരന്റെ വില ഇങ്ങനെ അന്തം വിട്ട് കേറിയല്ലേ. ആ, ഞാൻ അന്തം കെട്ട് കേറി വരുമൊന്നുമല്ല. എനിക്ക് നല്ല അന്തമുണ്ട്. ഇജ്ജ് നല്ല കടുപ്പത്തിലൊരു ചായ എടുത്താ. ഹൈദ്രോസിന് 100 ആയിസ. ഞാനിപ്പോ ഹൈദ്രോസിനെ പറ്റി പറയാൻ നാവ് പുറത്തേക്ക് ഇടുകയായിരുന്നു. എന്നാലേ ആ നാവ് അകത്തേക്ക് എന്നിട്ടാളാ ഈച്ച വന്നിരിക്കും. ഹൈദ്രോസിനെ ഇപ്പൊ പണ്ടത്തെ പോലെ കാണാൻ കിട്ടണില്ലല്ലോ എന്ന് പറയാൻ ഒരുങ്ങിയേനി. അതിപ്പോ പറയാതിരിക്കാ നല്ലത്. ബ്രോക്കർ പണി ഒഴിവാക്കി വിസ കച്ചവടം തുടങ്ങിയപ്പോ ശ്വാസം അയക്കാൻ സമയം കിട്ടുന്നില്ല. രാത്രി ഒരു പോള കണ്ണടക്കാൻ പറ്റുന്നില്ല. ഒരു പോളക്ക് എന്ത് പറ്റി? ഊതരുതടോ, നട്ടപ്പാതിലേക്ക് വരെ മൊബൈലിൽ വിളി ഇങ്ങനെ വരില്ലേ. എന്നാ പിന്നെ മൊബൈല് സൈലന്റ് ആക്കി വെച്ചൂടെ? ഇത് അങ്ങനൊന്നും ആക്കാൻ പറ്റൂല. ഇതേതാ മൊബൈൽ എന്നറിയാൻ എനിക്ക്? നോക്കിയ നോക്കട്ടെ. അല്ല ഇപ്പൊ 2 ചായ പറഞ്ഞ? ഇല്ല ജയിക്കോ, ഞാനൊരു ഒറ്റ ചായ പറഞ്ഞുള്ളൂ. എന്നാ കുഞ്ഞാലിയെ ഒരു ചായ മതിട്ടോ. ഈ കുഞ്ഞാലി എപ്പോഴും അങ്ങനെ എപ്പോ നോക്കിയാലും 2 ചായയും കൊണ്ട് അങ്ങനെ വരും. ദേഷ്യം പൊടിച്ചോ. ഞമ്മളെ ലീക്ക് വീരാന് ഇജി വിസ ശരിയാക്കി കൊടുത്തെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്തായി? ഓ പറഞ്ഞോ? ഓൻ പറക്കണുണ്ട്. 50,000 ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറക്കണുണ്ട്. 2 ദിവസം കൂടി ഞാൻ സമയം കൊടുക്കും. പറ്റൂലെങ്കിലേ വിസ ഞാൻ വേറെ ആൺകുട്ടിക്ക് കൊടുക്കും. ആ, അതാ ഹൈദ്രോസ് പറഞ്ഞതാ. ശരി, ഓൻ ഗൾഫിലെത്തിയാൽ എന്ത് പണിയാ ഓന് കിട്ടുക? ഓന് ഞാൻ ശരിയാക്കി കൊടുത്തത് സൗദിയിലെ രാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള ഒരു വിസയിൽ രാജാവിന്റെ സെക്രട്ടറി ആയിട്ട്. ഓരോ കൊല്ലം ജോലിയിൽ കയറ്റം കിട്ടും. വീരാന് നസീബുണ്ടെങ്കിൽ രാജാവിന്റെ കാലം കഴിഞ്ഞാൽ രാജാവായി വരെ ഓന് കയറ്റം കിട്ടും. അതാ ഹൈദ്രോസ് പറഞ്ഞതാ. ശരി, എന്റെ പഠിച്ചോനെ, വീരാന്റെ ഒരു ഭാഗ്യം. നമ്മളല്ലേ ഓനെ പറഞ്ഞേക്കണത്. ഓനല്ല, ഓന്റെ വല്യമാനെ വരെ പറഞ്ഞേക്കാൻ നമ്മളടുത്ത് വിസ ഉണ്ട്. പക്ഷെങ്കിൽ കായ് വേണം. അതാ ഹൈദ്രോസ് പറഞ്ഞതാ. ശരി, കായ്ക്ക് എന്താ പ്രശ്നോ? ഓന്റെ ബാപ്പാന്റെ അടുത്ത് പൂത്ത കായുണ്ടല്ലോ. അതാ അന്തരുമാ പറഞ്ഞതാ. ശരി, ആ, ഓന്റെ ബാപ്പയാണ് പ്രശ്നം. ഓന്റെ ബാപ്പാന്റെ അടുത്ത് നിന്ന് പൈസ കിട്ടണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ട്. അത് കാതറൊട്ടി പറഞ്ഞതാ. ശരി, 1-2 ലക്ഷമൊക്കെ നമ്മൾ ചോദിച്ചാൽ കിട്ടും. പക്ഷെ എനിക്കത് അങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ? അത് പറ്റൂല. കുഞ്ഞാലി, അനക്കൊന്ന് അക്കരെ കിടക്കണ്ടേ? പൂതി ഉണ്ടായിന് ഹൈദ്രോസേ. ആ, എന്നാലേ ഇന്നെ സന്തോഷാക്കിക്കൊണ്ട് നടന്ന അനക്ക് കാര്യം ഉണ്ടാവും. ആ ചായന്റെ പൈസ എത്ര? അതുണ്ടാവുമ്പോ എടുക്ക ഹൈദ്രോസേ. ആ, അതാ പറയണത്. ഇന്നെ ചടപ്പിക്കരുത്. ചായന്റെ പൈസ ഞാൻ ഉള്ളപ്പം തരും. അതാ ഹൈദ്രോസ് പറഞ്ഞതാ. ശരി, കൊറേ ആയല്ലോ അവിടെ ശരി ഇവിടെ ശരി പുറത്ത് ശരി എന്നും പറയുന്നു. സത്യത്തിൽ ആര് പറഞ്ഞതാ ശരി? ഇങ്ങനൊക്കെ ശരി ഇട്ടിട്ടോ ഒരു ചായ വാങ്ങി തരാൻ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ. ഇതൊക്കെ പഠിച്ചോ കാണുന്നുണ്ട് കേട്ടോ. ആ, ഞാൻ പോവാ. നമ്മളെ പാറപ്പുറത്തെ ബസീർ ഗൾഫിൽ നിന്ന് വന്നാണ്. കൊണ്ടുവന്നത് തീരണതിന് മുമ്പ് അവിടെ എത്തണം. ഗൾഫിക്ക് പോകുമ്പോ മാത്രല്ല, വന്നാലും ഞമ്മക്ക് ഓരോ വിവരങ്ങൾ അറിയണം. അതാണ് ഞമ്മള്. ഈ ഹൈദ്രോസ് സ്നേഹമുള്ളവനാ. സ്നേഹിച്ചാ നക്കി കൊല്ലും, വെറുപ്പ ഞെക്കി കൊല്ലും.